ഗസയിൽ നിന്നുള്ള പ്രാരംഭ സൈനിക പിന്മാറ്റ സ്ഥലം ഇസ്രായേൽ അംഗീകരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുന്നതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ പ്രാരംഭ ചർച്ചയ്ക്ക് നാളെ ഈജിപ്ത് വേദിയാകും. ഹമാസിന്റെ നിരായുധീകരണം ട്രംപ് പദ്ധതി മുഖേനയോ അല്ലെങ്കിൽ സൈനികമായോ നടപ്പാക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെയും 61 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകുന്നത്. സുഹൈൽ, നാളെ ഈജിപ്തിൽ നടക്കുന്ന ചർച്ച അതീവ നിർണായകമാണ്. അതിൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടയിലും ഏറ്റവും നിരാശാജനകമായ വാർത്ത, ഇതുവരെ ഒരു വെടിനിർത്തൽ എന്ന കാര്യം ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെയും വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നത് അത് കരാറിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നടപടിയായി. എന്തൊക്കെ നടക്കുന്നു, നാളെ നടക്കുന്ന ചർച്ചയിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും പ്രത്യേകമായുള്ള ചർച്ചകൾ നടക്കുക? എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി രണ്ട് കൂട്ടരും തമ്മിൽ ഒരു ധാരണയിൽ എത്താനുള്ളത്? സുഹൈൽ, വീണ്ടും ഈ പന്ത് ഹമാസിന്റെ കോർട്ടിലേക്ക് തട്ടിവിടുന്ന ഒരു തന്ത്രത്തിലേക്ക് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ നെതന്യാഹുവും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസ് കൺസേൺ ചെയ്യുകയാണെങ്കിൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരും എന്ന് ട്രംപ് പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹമാസ് എല്ലാവിധ സമാധാനത്തിനും ഒരുക്കമാണ് എന്ന് അറിയിച്ചിരുന്നു. അതേപോലെ തന്നെ ട്രംപിന്റെ 20 നിർദ്ദേശങ്ങളോട് സമാധാനപരമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പോസിറ്റീവായ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് വീണ്ടും കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളിലേക്ക് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ നെതന്യാഹുവും പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വലിയ കൂട്ടക്കുരുതി തുടരുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ബോംബിംഗ് അവസാനിപ്പിക്കണം ഗസയിൽ എന്ന് പറഞ്ഞതിന് ശേഷവും 70-ലധികം വരുന്ന ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. അതിന്റെ തോത് കുറച്ചു എന്ന് പറയുമ്പോഴും പക്ഷെ മരണസംഖ്യ നോക്കുമ്പോൾ നമ്മൾ ആ കുറവ് കാണുന്നില്ല. 70ഓളം പേർ 24 മണിക്കൂറിന്റെ മാത്രം കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണ അത് 100-100ന്റെ മുകളിലോ ആണ് എന്നതിൽ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇനി ഏതായിരുന്നാലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ആദ്യഘട്ടത്തിലുള്ള ഒരു വിത്ഡ്രോവൽ ലൈൻ, അതായത് ഇസ്രായേലി സേന IDF പിന്മാറേണ്ട ഒരു ലൈൻ, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയിൽ ഇസ്രായേൽ എത്തി എന്നുള്ളതാണ്. പക്ഷേ ഹമാസ് ഒരിക്കലും ആ വിത്ഡ്രോവൽ ലൈനിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതുവരെ പിൻവാങ്ങണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. അത് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ലൈനാണ് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതായത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യത്തെ ഉപാധിയായി പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറുക, അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ആദ്യം പറയുന്നത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള മുഴുവൻ ബന്ദികളെയും 48 പേരെയും ഉടൻ മോചിപ്പിക്കുക, അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ ഒരു കോൺഫ്ലിക്ട് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും കൈറോ കേന്ദ്രീകരിച്ച് നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ അതുതന്നെയായിരിക്കും ആദ്യമായി ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാധ്യത. എപ്പോഴാണ് ഈ ബന്ദികളെ വിട്ടു നൽകുക? ബന്ദികളെ വിട്ടു നൽകിയാൽ എന്തുറപ്പാണ് ഹമാസിന് ലഭിക്കുക? നമുക്കറിയാം, ബന്ദികളെ വിട്ടു നൽകി കഴിഞ്ഞാൽ ഹമാസിന്റെ കയ്യിലുള്ള വലിയൊരു ആയുധം നഷ്ടപ്പെടുകയാണ്. അതിന് പകരമായി എന്ത് നൽകും എന്നതിലുള്ള ഉറപ്പുകൾ സ്വാഭാവികമായും നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു ബന്ദികളെ വിട്ടു നൽകുകയുള്ളൂ. 72 മണിക്കൂറിനകം ഈ കാര്യങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ വിട്ടു നൽകണം എന്നാണ് അമേരിക്കയുടെ പ്ലാനിലുള്ളത്, ട്രംപിന്റെ 20 പദ്ധതികളിലുള്ളത്. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ അതിലപ്പുറമായി ചില ഉറപ്പുകൾ നേടിയെടുക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം ഗസ സിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുക എന്ന് തന്നെയായിരിക്കും. പക്ഷേ അതിന് ഇസ്രായേൽ സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി കൈറോ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചയിലേക്ക് ഷിൻബറ്റിന്റെയും അതേപോലെ തന്നെ മൊസാദിന്റെയും മേധാവികൾ എത്തേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ തന്നെ കുറെ നടപടിക്രമങ്ങൾ ഇസ്രായേലിലും പൂർത്തിയാവേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അതിൽ തീവ്ര യൂത വിഭാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ തീവ്ര സയൻസുകളുണ്ട്, ഇറ്റാമർ ബെൻഗവറിനെ പോലെയുള്ള ബസലേൽ സ്മോട്രിച്ചിനെ പോലെയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ കാര്യം വോട്ടിനിടണം. ആ വോട്ടിനിട്ട് പാസാക്കിയാൽ മാത്രമേ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ.